വെച്ചില്ലേ? ആ ചോദിക്കും. അല്ല, അത്തരം അഭിനേതാവാണോ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു പടത്തിൽ വില്ലൻ വേഷം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തികെട്ടവനാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളെ ഡയലോഗുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ, എക്സ്ക്ലൂസീവ് ആയോ, പുള്ളി ട്രാക്ക് മാറ്റാൻ നോക്കിയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ല ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിർത്തിയത് എന്ന് നിർത്തി, നിങ്ങൾ കാണാൻ കിടക്കിടയിലുള്ളൂ, നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും, മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട്? ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നാളെ തന്നെ വേണോ? ഞാൻ പറഞ്ഞൊരു കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആലോചനകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. ഈ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിന്റെ പോസ്റ്റർ ഒക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഫസ്റ്റ് ഫീൽ ചെയ്തത് ഈ സോ കോൾഡ് ഒരു പ്രകൃതി പടം അല്ല ആർട്ട് മൂവി എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. പക്ഷേ ടീസർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ള മൂവി ആയിട്ട് തോന്നുന്നു. അപ്പൊ പ്രേക്ഷകൻ എന്ത് പ്രതീക്ഷിച്ചാണ് അന്വേഷിപ്പിൻ ആ ടേം ശ്രദ്ധിച്ചോ? സോ കോൾഡ് പ്രകൃതിപ്പടം. ഈ സോ കോൾഡ് പ്രകൃതിപ്പടം എന്ന് പറയുന്ന ടേം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് അത്ര കാലമായി. അതിനു മുമ്പ് ഇന്ത്യയിൽ, ഓൾ ഇന്ത്യയിൽ, OTT-യിൽ നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത്? മോശമല്ലേ? അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രകൃതി പടമോ വികൃതി പടമോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണിലുള്ള കുറേ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ബോറടിക്കും. ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാമെന്ന് നമുക്ക് തോന്നും. ഇതും ബോറടിക്കും. എഴുതി വെച്ചോ, പ്രകൃതി പടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും, അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഈ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമകളില്ലേ പ്രകൃതി പടങ്ങൾ എന്ന് പറയുന്നത്? റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട്, അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട്. അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ എന്ന് വിളിച്ചിട്ടുള്ളത്? ഒരു പടം ഇച്ചിരി സ്ലോ ആയാലും കളക്ടറോടൊന്നും ഇച്ചിരി താഴെ പോയാലും ഒരു ഇച്ചിരി സമയം എടുത്ത് കഥ പറഞ്ഞാൽ ഉടനെ അതിൽ പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതി പടം എന്നതിനെ പറയില്ല. നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ. മോശമല്ലേ? ഒരിക്കലും അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശമല്ലേ? ശരിയാണ്, അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പോൾ ഡിമാൻഡ് ഇല്ല. ഡിമാൻഡ് ഉള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇനിയും വരും. അങ്ങനെയല്ല എല്ലാവരും 10-20 കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നാട്ടുപുറ കഥകളൊക്കെ കുറേ ഉണ്ടായിട്ട് പിന്നെ കുറെ നാൾ ബോംബെ പോയിട്ട് ഇടികൂടി അത് കഴിഞ്ഞ് കുറേ അങ്ങനെ പലതരം സിനിമകൾ ഇങ്ങനെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ? അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രമേ തള്ളി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എല്ലാ തരം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും നിങ്ങൾക്ക് വേർതിരിച്ച് പറയാം. അല്ലാത്ത എല്ലാ സിനിമയാണ്. അത് പ്രകൃതിയാണോ വികൃതിയാണോ മാസാണോ ആക്ഷനാണോ ഹൊററാണോ ഒന്നും നോക്കണ്ട. നല്ലതാണോ ചീത്തയാണോ നോക്കിയാൽ മതി. എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാനല്ലല്ലോ പറയുന്നത്.